കൂട്ടത്തിലെ കൊമ്പൻ എന്ത് പ്രകമ്പനം പ്രൊമോഷന് പോയേക്കുന്നു. അപ്പൊ ഇനി വീഡിയോ എടുപ്പൊന്നും ഇല്ല, പണിക്ക് പോണം ഞാൻ. പിന്നെ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് വിളിച്ച് വരുത്തിയതിനാ എന്നെ? അവൻ വന്നാലേ തുടങ്ങാൻ പറ്റൂ. എന്റെ ഒരു ഉദ്ഘാടനങ്ങളായിട്ടാ ഞാൻ ഈ വന്ന് നിക്കുന്നത്. നിനക്ക് ഉദ്ഘാടനോ? നമുക്കെന്താ ഒന്നും വരാത്തത്? എന്റെ പേടി അവനിനി നമ്മുടെ കൂടെ വീഡിയോയിലൊക്കെ അഭിനയിക്കുമെന്ന്. ബോയ്സ് ആൻഡ് വൺ ഗേൾ എന്തൊക്കെയുണ്ട്? എന്താ കണ്ടന്റ് എന്താ? അളിയ കണ്ടന്റ് ഒരു മിനിറ്റ്. പറ സാഗറേ. എന്റെ പൊന്ന് സാഗറെ, പുതിയ ഡയലോഗ് വല്ലതും ഉണ്ടെങ്കിൽ ഇറക്ക്. ഇത് കേരളം മൊത്തത്തിൽ മടുത്ത്. ഈ പണി അങ്ങ് വിട് സാഗറെ. നീ വീഡിയോ എടുക്കട്ടെ പറ. ഞാൻ എത്തേക്കാം. ചെറുക്കനെ കൊണ്ട് അല്ല, നമ്മളെന്താ ഇപ്പൊ പറഞ്ഞു നിർത്തി? എന്താ നമുക്ക് വീഡിയോ എടുക്കണ്ടേ? എന്താ എന്റെ ക്യാരക്ടർ? എന്താ ക്യാരക്ടർ ഇല്ല എനിക്ക്. ക്യാരക്ടറാ? നമ്മള് വീഡിയോ ഓണാക്കി വെച്ച് എന്തെങ്കിലും പറയാറല്ലേ പതിവ്? അയ്യോ, എനിക്കിനി ക്യാരക്ടറിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. സിനിമയിൽ അഭിനയിച്ച് ശീലമായി പോയേ. ഒരു മിനിറ്റ്. ഗണിച്ചേട്ടൻ വിളിക്കുന്നു. ലഡുചേട്ടനോ? ഗണിച്ചേട്ടൻ ഗണപതി. എന്തുട്ട് പടം അടിക്കില്ലേ? അവന് ക്യാരക്ടർ വേണോന്ന്? അവനര കിലോ ക്യാരറ്റ് മേടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ ഇനി ഗൾഫിൽ പോണം. നീ മാത്രല്ല, നമ്മളെല്ലാരും പോണ്ടി വരും. എനിക്ക് അഭിനയല്ല വേറൊരു തൊഴിൽ അറിയത്തില്ല. അതും അറിഞ്ഞൂടെന്നൊക്കെയാണല്ലോ കമന്റ് വരുന്നത്. ആര് പറഞ്ഞു? കമന്റ് ഉണ്ടല്ലോ, ശോഭാസിക ഫാൻസ് എന്ന് പറഞ്ഞു. അത് നീ തന്നെയല്ലടാ ഇടുന്ന നാറി. നമ്മുടെ പടമൊക്കെ ഇറങ്ങട്ടെ. അതിന് നിനക്ക് ഏത് പടം? അതല്ലേടി പറഞ്ഞ ഇറങ്ങട്ടേന്ന്. അപ്പൊ ആദ്യം ആരേലും അത് എടുക്കട്ടെ. കുഴപ്പമില്ല, ഞാൻ എത്തിയേക്കാം. ഓക്കെ ബാ കാരവനോട്ടിരിക്കാം. കാരവനാ? സോറി, ഞാൻ ലൊക്കേഷനിലാണ് ഓർത്തുപോയി. ബാ കാറിലോട്ടിരിക്കാം. വേണ്ട, ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഓക്കെ. പടം എന്നാളെയാ റിലീസ്? ഈ ജനുവരി 30-നെയാ. പോയി കാണത്തില്ലേ? നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ കാണുന്നത്? അയ്യോ, ഞാൻ ചിലപ്പോ പ്രകമ്പന ക്രൂവിന്റെ കൂടെ ആയിരിക്കും. ചിലപ്പോ രാജുവേട്ടനും ടോയ്ച്ചേട്ടനൊക്കെ ഗസ്റ്റ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിലേടാ ഇവിടെ മാറ്റിയിട്ട് നമ്മളെ പടത്തില് ശീതളിനെ വേണമെങ്കിൽ വീഡിയോയിൽ കാസ്റ്റ് ചെയ്യാം. അതിന് ഞാൻ ഓക്കെ. നിനക്ക് ഓക്കെ ആണോടാ? ശീതള് വരുവോ? പിന്നെ വരാതെ വേറെ എന്തോന്ന് പണിയാ നമുക്ക്? എടാ ചെറ്റ്, ആരും ഇല്ലാണ്ടിരുന്നപ്പോ ഒന്ന് അഭിനയിക്കുന്ന പറഞ്ഞ കെഞ്ചി വിളിച്ചോണ്ട് വന്നല്ലോടാ നീ എന്നെ. എന്നിട്ടിപ്പോ ഞാനില്ലാണ്ട് ഈ പരിപാടി നടക്കത്തില്ലോ. പോടാ, ഞാൻ പോവാ. ഇപ്പൊ പോയ ഉൾക്കോണത്തിന് പൈസ കിട്ടും. അതെ, എന്നെ കൂടെ കൂട്ടോ. ഇവളൊന്നും ക്യാരക്ടർ ശരിയല്ല. ഇൻഡസ്ട്രിയിൽ എങ്ങനെ നിലനിൽക്കും? ഇൻഡസ്ട്രിയിലുള്ള സാർ ഒന്ന് ഇവിടെ നിൽക്കാവോ? താങ്ക്സ്. ഞാൻ പറയുന്നു, നീ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞോളൂ, നീ കൊടുത്തു. അപ്പൊ പ്രകമ്പനം ഈ ജനുവരി 30-ന് റിലീസ്. നമ്മൾ ഒരുമിച്ചല്ലേ പോയി കാണുന്നത്. അപ്പൊ വീഡിയോ എടുക്കണം. ഇപ്പൊ ഇത്തിരി തിരക്കായി പോയിണ്ടല്ലേടാ. നിനക്ക് കാരവൻ വേണോ? എന്തിനു? ഞാൻ തിന്നെ ഇരിക്കത്തില്ലേ? അപ്പൊ അവരില്ലാതെ എന്തോന്ന് വീഡിയോ? ഇതിപ്പോ ഞാൻ പോയി കാലി പിടിക്കൂലേ? അപ്പൊ വന്ന വഴി മറക്കാവോ? വീട്ടിന്റെ വഴി മറന്നാലും ഞാൻ ഈ വന്ന വഴി മറക്കൂലളിയാ. അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടേ. അപ്പൊ പ്രകമ്പനം നമ്മൾ ഒരുമിച്ച് പോയി കാണും. വാ. ടിക്കറ്റ് ഞാൻ എടുക്കുവേ. ഗ്ലാസ് വെച്ചോ, ജാടൊന്നും കൊടുക്കൂല. ഞാൻ ഇത്തിരി ഡൗൺ ടു എർത്താ. എന്ത് പറ്റി? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിലും അപ്പുറമാണിത്. നമുക്കൊക്കെ എന്താ പറ്റിയത്? മറന്ന ചെറുതായിട്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇനി മുതൽ ചീത്തവിളിയില്ല, ഊക്കില്ല, പെണ്ണു വിഷയമില്ല. ഈ അവസാനത്തെ റെസൊല്യൂഷനൊക്കെ ആരാ പറഞ്ഞത്? കള്ളും പുറത്ത് നീയാണ് പറഞ്ഞത്. കള്ളും പുറത്തോ? അല്ല, ആനപ്പുറത്ത്. അത് തെറ്റിക്കില്ലേ കുട്ടാ? വന്നിട്ട് 2 മണിക്കൂറായി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഷെർമി, നമുക്ക് ഈ പറഞ്ഞതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല. ഈ പെണ്ണു വിശുദ്ധി ആത്മാർത്ഥ പ്രണയം തെറ്റില്ലല്ലോ. ആ പറഞ്ഞതേ തെറ്റാ. ഓ അല്ല, ആത്മാർത്ഥതയുള്ള പ്രണയമാവാലോ. വർഷം 2026 ഇപ്പോഴും ആത്മാർത്ഥത പ്രണയം ഉണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. അതെ, ബുദ്ധിമാനെ തളർത്തുന്നില്ല നിന്നെ ഞാൻ. പാവം. നമ്മളോട് പഠിച്ച പൂജയില്ലേ, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണു. അതും നെച്ചിക്കിട്ട് പാട്ടിട്ട്. പൂജ കാണണോന്നാണോ കണ്ടാന്നാണോ? കാണണ്ട, എന്റെ പൂജ തെറ്റും. അങ്ങനെയാണ് ഇൻസ്റ്റയുടെ നഡ ഉൾപ്പെടെ അടക്കേണ്ടി വരും. അടച്ചോട്ടെ. റെസൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സില്. പൂജയോ? ബ്ലോക്ക് ചെയ്തിരിക്കണു. അത്ര കട്ടി മനസ്സോ തന്റെ? അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കണു. നമ്മൾ ഈ എടുത്താ പൊങ്ങാത്ത റെസൊല്യൂഷനൊക്കെ എന്തിനാ എടുക്കണേ? സത്യം, ആ പെണ്ണ് വിഷയെങ്കിലും മാറ്റിയായിരുന്നെങ്കിൽ നമുക്കൊരു 5 മിനിറ്റെങ്കിലും തികച്ച് സംസാരിക്കായിരുന്നു. യാത്രയെ പറ്റി എന്താ അഭിപ്രായം? ബാംഗ്ലൂരുള്ളതല്ലേ, നല്ല കുട്ടിയാ, പക്ഷെ ബ്ലോക്കാ. എടോ, ആ യാത്രയല്ല, യാത്ര പോണെങ്കിൽ എണ്ണ അടിക്കണ്ട കുട്ടാ. എന്റെ ഇലക്ട്രിക് വണ്ടി അല്ലേ കുട്ടാ. ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് മോഡിന്റെ സ്റ്റേഷനുകൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വേണമല്ലോ അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഇടാം. ലോ ഇൻവെസ്റ്റ്മെന്റ്, ഹൈ ഗ്രോത്ത്, ഭാവിയിലെ ബിസിനസ് ആണേ. ഓ, നല്ല പരിപാടിയാണല്ലോ. ഐ
ഈ ഇല്ല എവിടുന്നാ കേറിയേ? ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മൾ ഈ എടുത്ത റെസൊല്യൂഷനിൽ ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യാം. ആ അതാകുമ്പോ ഈ മൗനം അങ്ങ് സമ്മതമാവും. അപ്പൊ ഏതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്? ഇത്ര ആലോചിക്കാൻ തോന്നുന്നു പെണ്ണ് വിഷയം. പൂജയുടെ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യിക്ക്. അളിയ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തേക്ക് ബസ് സ്റ്റോപ്പിൽ ഒരു ഹൂറി. ഒരു ലാവണ്ടർ ചുരിദാർ. അതെന്റെ ചുരിദാറാ? അല്ല, അവൾ എന്റെ ആണ്. നിന്റെ? അത് ഞാൻ നോട്ടിട്ട് വെച്ചേക്കുവാ. എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കില്ലേ? അളിയ ചീത്തോടെയും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പറ്റൂല, വേണമെങ്കിൽ സബ് ആയിട്ട് വിളിച്ചോ. ആ നിന്റെ അച്ഛന്റെ കൊടവേർ. നിന്റെ ആ പട സ്വർണ്ണക്കുണ്ടി. ഇതാണോ സഭ്യം? ഇത് അസഭ്യം. ഇതിപ്പോ റെസൊല്യൂഷൻ മൊത്തം കട്ടായല്ലേ. ഒടുവിൽ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഈ പറഞ്ഞ എല്ലാ റെസൊല്യൂഷനുകളും പാലിച്ചാൽ ഞങ്ങളുടെ ഈ ഊള ഗ്യാങ് ചലിക്കാത്ത ഒരു ഊമ ഗ്യാങ്ങായി മാറുമെന്ന്. ഈ കൊല്ലം ഇങ്ങനെ പോട്ടെ. ദിസ് ഇസ് നോട്ട് ദി എൻഡ്.